Dr. Jojo Joseph. I'm Malvika Mohan. Welcome to Walk with Me. Okay. Doctor, ക്യാൻസർ എന്ന് പറഞ്ഞ് നമ്മളെ ഭയങ്കരമായി വർത്തമാനം കേൾക്കുന്നു. There's so much discussion. There's a lot of advanced conversations about it. But tell me in simple terms, what is cancer? And when does a normal cell turn into a cancer cell? ക്യാൻസർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇതൊരു പുറത്തുനിന്ന് വരുന്ന ഒരു അസുഖമല്ല. നമ്മൾ അറിയാലോ, നമ്മുടെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി കോശങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ഈ കോശങ്ങളുടെ അറിയാലോ, അത് സാധാരണ പോലെ വളരും. അതിനൊരു ആയുസെത്തി കഴിയുമ്പോൾ അത് മരിച്ചു പോകും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഡാമേജ് വന്നാൽ അത് റിപ്പയർ ചെയ്ത് നല്ലപോലെ ആകും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രവർത്തനം പോകുന്നത്. അപ്പോൾ അത് ജനറ്റിക്കലി കൺട്രോൾഡാണ്. നമ്മുടെ ക്രോമസോംസ് അല്ലെ DNA എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളുടെ കൺട്രോൾഡാണ്. അപ്പോൾ ഈ ജനറ്റിക് മെറ്റീരിയലിന് അതിനെന്തെങ്കിലും അബ്നോർമാലിറ്റി വരുമ്പോൾ, ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം കൺട്രോൾഡ് സിറ്റുവേഷനിലാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോഴേ സെൽസ് ഉണ്ടാവുള്ളൂ, ആവശ്യം കഴിയുമ്പോൾ ചത്തുപോകും, അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടായാൽ റിപ്പയർ ചെയ്യും, റിപ്പയറബിൾ അല്ലെങ്കിൽ പോകും. അപ്പോൾ വൺസ് ഈ ഒരു കൺട്രോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോശങ്ങൾ, ഡാമേജ് ആയിട്ടുള്ള കോശങ്ങൾ, അവരുടെ അൺകൺട്രോൾഡ് ആയിട്ട് വളരും. അപ്പോൾ അത് ഒരു ലിമിറ്റ് ഇല്ലാതെ എങ്ങനെ വളർന്ന് അത് ഒരു സ്ഥലത്ത്, ഇപ്പോൾ നമ്മളൊരു അവയവത്തിൽ ഉണ്ടാകാമെന്ന് ചോദിച്ചു. ഫോർ എക്സാമ്പിൾ നമ്മളൊരു കരളെടുക്കുക. അപ്പോൾ കരളിൽ അതിങ്ങനെ, സാധാരണ നമുക്കറിയാലോ കരളിൽ എത്ര കോശങ്ങളുണ്ടെന്നുള്ളത് നിയന്ത്രിതമാണ്, കൺട്രോൾഡാണ്. അത് ആ ലെവൽ കഴിഞ്ഞിട്ട് വളരത്തില്ല. പക്ഷേ ഇത് കൺട്രോൾ ഇല്ലാതെ വളരുമ്പോഴത്തേക്കും ഇത് ബാക്കിയുള്ള സാധാരണ കോശങ്ങളെ നശിപ്പിച്ച് ഇതങ്ങ് വളർന്നു കയറും. അപ്പം അങ്ങനെ വരുമ്പോൾ അവയവത്തിൻ്റെ പ്രവർത്തനം ഡാമേജ് ആകും. അതുപോലെ തന്നെ കുറച്ചുകൾ കഴിയുമ്പോഴത്തേക്കും ഈ ഇവിടെ ഉണ്ടായ കോശങ്ങൾ രക്തത്തിലോ അല്ലെങ്കിൽ ലിംഫ് എന്ന് പറഞ്ഞ അതിനകത്തോടെ കലർന്നിട്ട് ഇതേപോലെ രീതിയിൽ വേറെ അവയവത്തിൽ ചെന്ന് പിടിക്കും. അവിടെ ഇതിങ്ങനെ പറ്റിപ്പിടിച്ചിരുന്ന് വളരും. അപ്പോൾ കുറേ വളർന്നു കഴിയുമ്പം ആ അവയവത്തിനെ നശിപ്പിക്കും. ഇതാണ് ബേസിക്കലി ക്യാൻസർ എന്ന് പറയുന്നതിൻ്റെ ബേസിക് എന്താ പറയുക എക്സ്പ്ലനേഷൻ അല്ലേ. ഡോക്ടർ, നമ്മൾ വേറൊരു കാര്യം എപ്പോഴും കേൾക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ക്യാൻസറിൻ്റെ എണ്ണം കൂടുന്നു. ദ നമ്പർ ഓഫ് പേഷ്യൻസ് ലോട്ട് മോർ ഹയർ. ഇസ് ഇറ്റ് ബിക്കോസ് വി ഹാവ് എ ബെറ്റർ സ്ക്രീനിങ് സിസ്റ്റം റൈറ്റ് നൗ, ഓർ ഇസ് ഇറ്റ് ബിക്കോസ് ഓഫ് ലൈഫ് സ്റ്റൈൽ ചേഞ്ച്? എന്താണ് അതിൻ്റെ അതൊരു നമ്മളെന്താ പറയുക, സിമ്പിൾ ടൈമിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു മൾട്ടി ഫാക്ടോറിയൽ എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ അകത്ത് പിന്നെ ഏറ്റവും പ്രധാന കാര്യം നമുക്കറിയില്ല, നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി. എന്ത് അസുഖമാണെങ്കിലും, ക്യാൻസർ അല്ല, പനിയാണെങ്കിലും എന്ത് അസുഖമാണെങ്കിലും കൂടുതൽ വരുന്നത് പ്രായമായ ആൾക്കാർക്ക്. അപ്പം നമ്മളുടെ പോപ്പുലേഷൻ്റെ ആയുസ് കൂടി, അപ്പോൾ അസുഖങ്ങളും സാധാരണ കൂടിക്കൊണ്ടിരിക്കും. അതായത് നമ്മളൊരു സിമ്പിൾ ടൈമിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടും. നമ്മളൊരാൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി, അതായത് ഞാനിപ്പോൾ സ്വാതന്ത്ര്യം കിട്ടും 47 ഉണ്ടായെങ്കിൽ ഒരു ആവറേജ് ആയിട്ട് എൻ്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു 35-40 വയസ്സോട് തീരും. അതാണ് ഒരു ആവറേജ്. പലരും പറയും 100 വയസ്സ് വരെ ജീവിച്ചിരുന്നുണ്ട്, പക്ഷേ ആവറേജ് എത്രയാണ്? പക്ഷെ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഏതാണ്ട് 80-നോടടുത്താണ് ഒരു ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി. അപ്പം ആൾക്കാരെല്ലാവരും കൂടുതൽ കാലം ജീവിക്കും. അപ്പോൾ കൂടുതൽ കാലം ജീവിക്കുമ്പോഴത്തേക്കും എല്ലാ അസുഖങ്ങളും കൂടും. ക്യാൻസർ മാത്രമല്ല, ഹൃദ്രോഗമാണെങ്കിലും മറ്റ് ഹൈപ്പർ ടെൻഷൻ, എല്ലാ അസുഖങ്ങളും ഇതിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അതാണ് ഒരു ഫാക്ടർ, അതായത് നമ്മുടെ ഏജിങ് ഫാക്ടർ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ എൻഡോസ്കോപ്പി വന്നു, സ്കാൻസ് വന്നു, അതുപോലെ പല ആധുനിക ചികിത്സാ സങ്കേതങ്ങളുടെ കൂട്ടത്തിൽ ഡയഗ്നോസ് ചെയ്യാനുള്ള സംവിധാനങ്ങളും കൂടി. പണ്ട് പലർക്കും നമുക്ക് അറിയത്തില്ലായിരുന്നു എന്ത് അസുഖം വന്നാണ് ഇത് ആൾ മരിച്ചു പോയെന്ന്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കണം. പിന്നെ മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന വ്യത്യാസം. നമുക്കറിയില്ല, നമ്മുടെ ഒരു കേരളം എന്ന് പറഞ്ഞ ഒരു കാർഷിക സംസ്കാരമായിരുന്നു. എല്ലാവരും നല്ലപോലെ അധ്വാനിക്കും, അതിനുശേഷം ഭക്ഷണം കഴിക്കും, ഉറങ്ങും, അങ്ങനെയുള്ളൊരു ലൈഫ് സ്റ്റൈലായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചത്, നമ്മളെ ലൈഫ് സ്റ്റൈൽ വല്ലാതെ അങ്ങ് മാറി. നമ്മുടെ ആ ഭക്ഷണ രീതി വല്ലാതെ മാറി. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല. നമ്മളെല്ലാം കഴിക്കുന്നത് അതേപോലെ കഴിക്കും. അപ്പം നമുക്ക് നമ്മുടെ പൊണ്ണത്തടി കൂടും. അപ്പോൾ പൊണ്ണത്തടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ വീർത്തിരിക്കണമെന്നില്ല. നമ്മുടെ അബ്ഡോമിനൽ ഏരിയയിലുള്ള ഫാറ്റിന്റെ കണ്ടന്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അതേ തുടർന്നുണ്ടാകുന്ന ആഫ്റ്റർ ജനറലൈസ്ഡ് ഇൻഫ്ലമേഷൻ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡയബറ്റീസ്, അങ്ങനെ അസുഖങ്ങളെല്ലാം കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ക്യാൻസർ എണ്ണമുണ്ട്. അങ്ങനെ 3 കാരണങ്ങളാണ് ഇപ്പോൾ ക്യാൻസർ കൂടാനുള്ള കാരണം. അതൊരു റിയാലിറ്റിയാണ്. കേരളം എന്ന് പറയുന്നത് ക്യാൻസർ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത് ഇന്ത്യയുടെ. ഇന്ത്യയും ത്രിപുരയാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ബേസിക്കലി അതൊരു എന്താ പറയുക, ഭയങ്കരമായ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ഒരു വലിയ ഫാക്ടറാണ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ഏജ് അതനുസരിച്ച്. പക്ഷേ നമ്മൾ ആരോഗ്യകരമായ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് അല്ല, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് വല്ലാതെ മാറി.
അതുപോലെ തന്നെ ഹാബിറ്റ്സ്, അതായത് ഈ സ്മോക്കിംഗ്, ആൽക്കഹോളിസം അല്ലാതെ കൂടി ഇത് ഞാൻ അടുത്തത് ചോദിക്കാൻ വരുമായിരുന്നു ഡോക്ടറോട്. എത്രത്തോളമാണ് ഈ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ, അതായത് ഇപ്പം ഡയറ്റ്, ഡയബറ്റീസ്, ആൽക്കഹോൾ കൺസംഷൻ, സ്മോക്കിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എത്രത്തോളമാണ് നമ്മളെ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആക്കാനായിട്ടുള്ള കാരണങ്ങൾ കൂട്ടുന്നത്? നമുക്ക് അതിനകത്ത് ബേസിക്കലി രണ്ടായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതി. അതായത് നമ്മൾ അറിയാലോ, നമ്മുടെ ഒരു ഭക്ഷണം എന്ന് പറഞ്ഞാൽ 3 സമാനമാണ്. ഫാറ്റ് ഉണ്ട്, അന്നജമുണ്ട്, പ്രോട്ടീനുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കഴിക്കുന്നത് നമ്മൾ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് കിട്ടുന്ന നമ്മുടെ സാധനങ്ങൾ, അതുകൂടാതെ നമ്മൾ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി നമ്മൾ മാംസാഹാരങ്ങൾ കഴിക്കുന്നു. പിന്നെ ഫാറ്റിൻ്റെ ഇതെല്ലാം നമ്മൾ സാധാരണ നമ്മൾ പണ്ട് കറി വെച്ചും വേവിച്ചായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അത് ഏറ്റവും നല്ല രീതിയിലുള്ള കുക്കിംഗ് ഓപ്ഷൻ ആയിരുന്നു. അപ്പോൾ അത് മാറിയിട്ട് നമ്മളിപ്പോൾ കാർബോഹൈഡ്രേറ്റ്, ഇപ്പം നമ്മൾ എന്താ പറയുക, നമ്മൾ ചോറ് കഴിക്കുക അല്ലെങ്കിൽ ഗോതമ്പ് കഴിച്ചുകൊണ്ടിരുന്നത് മാറ്റിയിട്ട് ഗോതമ്പിനെ നമ്മൾ റിഫൈൻ ചെയ്യും. റിഫൈൻ ചെയ്ത് നമ്മൾ അവസാനം അൾട്ടിമേറ്റ് ഇത് മൈദയാവും. മൈദ ആസച്ച് അത് നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ മൈദയിൽ ഉണ്ടാകുന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിനകത്തെ സകല ഫൈബറും പോയി, അതിൻ്റെ ബാക്കി അതിൻ്റെ ഗോതമ്പിൽ നിന്ന് കിട്ടുന്ന മറ്റ് മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം പോയി. ഇതൊരു വെറും കാർബോഹൈഡ്രേറ്റ് മാത്രമാണ്. അപ്പോൾ അത് നമ്മൾ നേരെ നമ്മുടെ ഭക്ഷണത്തിലേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, പെട്ടെന്ന് ഇത് ശരീരത്തിലേക്ക് കയറും. പെട്ടെന്ന് ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാക്കും. ഗ്ലൂക്കോസ് സ്പൈക്ക് കൂടുമ്പോൾ എന്താ സംഭവിക്കുക, അതിനെ സപ്രസ് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യും. അപ്പോൾ ഹൈപ്പർ ഇൻസുലിനീമിയ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ശരീരത്തിന് ജനറലൈസ്ഡ് ഇൻഫർമേഷൻ ഉണ്ടാവും. അതേ തുടർന്ന് നിരവധി കെമിക്കൽ റിയാക്ഷൻസ് നമ്മുടെ ശരീരത്തിൽ നടക്കും. ഇതൊന്നും നമുക്ക് വിസിബിൾ അല്ല, പക്ഷേ ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഈ എൻഡ് ഗ്ലൈക്കേഷൻ പ്രോഡക്ട്സ് എല്ലാം ഉണ്ടായി നമുക്ക് ഈ ക്യാൻസർ സാധ്യത വർദ്ധിക്കും. അതായത് കാർബോഹൈഡ്രേറ്റ് നമ്മൾ എത്രമാത്രം റിഫൈൻ ചെയ്ത് കഴിക്കുന്നു റിസ്ക് ഫാക്ടർ കൂടുന്നു. അപ്പോൾ നമ്മൾ പണ്ട് തന്നെ പറഞ്ഞില്ല, നമ്മൾ ചോറുണ്ണുമായിരുന്നു, നമ്മൾ നെല്ലരി അരി കുത്തി കഴിക്കുമായിരുന്നു. പക്ഷേ നമ്മൾ അതിനെ മാറ്റി വൈറ്റ് റൈസ് ആക്കി പോളിഷ് ചെയ്ത് കഴിക്കുന്നു, ഗോതമ്പാണെ പൊടിച്ചിട്ട് മൈദ ആക്കി കഴിക്കുന്നു. അതുപോലെ തന്നെ അത് അങ്ങനെ രീതിയിലുള്ള കാർബോഹൈഡ്രേറ്റ് എത്രമാത്രം റിഫൈൻ ചെയ്യും. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന മാംസാഹാരം നമ്മൾ കറി വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ നമ്മളതിനെ ഡീപ് ഫ്രൈ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക, തൂക്കിയിട്ടിട്ട് അടിയിൽ നിന്ന് ഹീറ്റ് ചെയ്യുക. നമ്മൾ ഈ ബാർബക്യൂയിങ് അല്ലെങ്കിൽ അതുപോലെയുള്ള ആധുനിക രീതിയിലുള്ള കുക്കിംഗ് ഓപ്ഷൻസ് ഇല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുക, ഇതിൽ തുള്ളിയായിട്ട് ഈ ഫാറ്റെല്ലാം തീയിലേക്ക് വീഴും. അത് കത്തുമ്പോൾ അതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ടുള്ള അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്, അതുപോലെ ഹൈ ടെമ്പറേച്ചർ ഇത് കുക്ക് ചെയ്യുമ്പം പോളിസൈക്ലിക് അമൈൻസ് ഒക്കെ നമ്മുടെ മാംസത്തിലേക്ക് വരും. അതെല്ലാം ക്യാൻസർ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് മാംസവും നമുക്ക് ക്യാൻസർ ഉണ്ടാക്കുന്നില്ല, പക്ഷെ നമ്മൾ എങ്ങനെ അതിനെ കുക്ക് ചെയ്ത് എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ അകത്തുള്ള വെച്ച് കഴിഞ്ഞാൽ പിന്നെ റെഡ് മീറ്റ് ആണ്. റെഡ് മീറ്റ് ആസച്ച് നമുക്ക് നമ്മളൊരു അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കണമെന്നുള്ളത്. കാരണം റെഡ് മീറ്റ് ഓവർ ക്വാണ്ടിറ്റി കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വൻകുടൽ ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിക്കുന്നു. കാരണം വെച്ചാൽ അത് അതിൻ്റെ അകത്തുള്ളൊരു ടെക്നിക്കലി പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഹീം എന്ന് പറയും, നമ്മളറിയില്ല ചുമന്നിരിക്കുന്ന റെഡ് മീറ്റ് ചുമന്നിരിക്കുന്നത് വെച്ചാൽ ഹീമോഗ്ലോബിൻ അതായത് കൂടുതലുണ്ടെന്നുള്ളതാണ്. ആ ഹീം അല്ലെങ്കിൽ ആ ഹീം പാർട്ടിലാണ് അയണുള്ളത്. അത് നമ്മുടെ വയറിൻ്റെ അകത്തേക്ക് കൂടുതൽ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ അതിൻ്റെ മെറ്റബോളിക് പ്രോസസ്സും ഒക്കെ നടന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ടാവും. സോ does that have anything to do with oxidization? നമ്മൾ അയൺ കണ്ടന്റ് കൂടുമ്പോഴത്തേക്ക് അതിൻ്റെ ഓക്സിഡൈസേഷൻ അങ്ങനെ എന്തെങ്കിലും? അയൺ ഈ ഹീം ഫാക്ടർ കുടലിൽ വെച്ച് സാധാരണ ഉള്ള ഈ അയൺ ഓക്സിഡേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. ഹീം പാർട്ട് കുടലിൽ വെച്ച് വേരിയസ് റിയാക്ഷൻസിന് വിധേയമാകുമ്പോൾ ഉണ്ടാകുന്ന ടോക്സിക് കെമിക്കൽസാണ് ഈ റെഡ് മീറ്റിനെ കോളൻ ക്യാൻസറുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. പിന്നെ അതങ്ങനെ മാംസം. പിന്നെ അതുപോലെ തന്നെയാണ് ഫാറ്റും. നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മളൊരു ക്വാണ്ടിറ്റി കൂടുതൽ കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് എഗെയിൻ ഈ ഫാറ്റിൻ്റെ അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ജനറലൈസ്ഡ് ഇൻഫർമേഷൻ മറ്റു റിയാക്ഷൻ. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഭക്ഷണത്തിൻ്റെ അല്ല, ഭക്ഷണം നമ്മളെങ്ങനെ കുക്ക് ചെയ്യുന്നു, പിന്നെ എത്ര എനർജി നമ്മൾ എക്സ്ട്രാ കൺസ്യൂം ചെയ്യുന്നു. നമ്മൾ അതേസമയം നമ്മളിത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ ജോലി ചെയ്യുമായിരുന്നു, പക്ഷെ നമ്മളിപ്പോൾ നമ്മുടെ ലൈഫ് സെഡൻഡറി ആയി. ഇപ്പം നമ്മൾ എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ കേൾക്കും നമ്മൾ സ്മോക്കിങ്ങിനെ കുറിച്ച് ഞാൻ പറയാം. സ്മോക്കിംഗ് എന്ന് പറയുന്ന ഡേഞ്ചറസ് ആണ് നമുക്കറിയാം. അതേപോലെ തന്നെയാണ് ഈ വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത്. സിറ്റിംഗ് ഈസ് ദ ന്യൂ സ്മോക്കിംഗ് എന്നാണ് പറയുന്നത്. അത്രയ്ക്കും അപകടകാരിയാണ് ഇരുന്നുള്ള ജോലി. നമുക്കറിയില്ല, നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ സാധാരണ യങ് ജനറേഷൻ മുഴുവൻ ഇരുന്നുള്ള ജോലിയാണ്. WHO തന്നെ ഒരു പുതിയ സ്കീം ആവിഷ്കരിക്കുന്നുണ്ട്. അതായത് 2047 ആകുമ്പോഴത്തേക്കും ഈ എല്ലാ അസുഖങ്ങളുടെയും പ്രധാന കാരണം ഈ ഇരുന്നുള്ള ജോലിയാണ്. അത് ഒഴിവാക്കുക, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതായത് അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ ജോലി സ്ഥലത്ത് ഈ ഇരുന്നുള്ള ജോലി മിക്കവാറും എല്ലാവരും കമ്പ്യൂട്ടർ അറ്റ്ലീസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക, അല്ലെങ്കിൽ ചുറ്റും ഒന്ന് നടക്കുക. അപ്പോൾ ടേബിൾ തമ്മിൽ ഇടയുണ്ടാക്കുക, അല്ലെങ്കിൽ ഇവർക്ക് കാപ്പി അവിടെ കൊടുക്കാതിരിക്കുക, പോയി എടുത്ത് കുടിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. നമ്മളിപ്പോൾ കാണുന്നത് വർക്ക് സ്റ്റേഷൻസ് ആണ്, which is like ഭയങ്കര അടുപ്പിച്ചുള്ളതും അവർക്കെല്ലാം കാപ്പി അവിടെ പോലും. അപ്പോൾ അവിടെ രാവിലെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുക. അത് ഒഴിവാക്കുക. അപ്പോൾ ആ സിറ്റിംഗ് ആണ് നമുക്കുണ്ടാകുന്ന മറ്റൊരു പ്രധാന പ്രശ്നം. പിന്നെ അതാണ് ഈ ഫുഡും നമ്മുടെ ഹാബിറ്റ്സുമായിട്ടുള്ളത്. പിന്നെ ഉള്ളത് പറഞ്ഞാൽ ഈ ബാഡ് ഹാബിറ്റ്സ് എന്ന് പറയുന്ന സ്മോക്കിംഗ് അല്ല ആൽക്കഹോൾ.
അത് രണ്ടും സ്ട്രിക്റ്റ് നോയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ സ്മോക്കിങ്ങിൻ്റെ ടുബാക്കോയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടുബാക്കോ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റിയാൽ ഒരു 50 വർഷം കഴിയുമ്പോഴത്തേക്കും ഏതാണ്ട് 40% ക്യാൻസറും അങ്ങനെ തന്നെ അപ്രത്യക്ഷമാവുന്നതാണ്. അപ്പോൾ അതാണ് ടുബാക്കോയുടെ നേരിട്ടുള്ള ഇമ്പാക്റ്റ്. അതുപോലെ തന്നെ ആൽക്കോൾ ജനത്തിനിടയ്ക്ക് ഒരു കൺസെപ്റ്റ് ഉണ്ട്, ആൽക്കോൾ ഒരു ശകലമൊക്കെ അടിക്കുന്ന ഹെൽത്തിയാണ്. ആൽക്കോള് 1 ml ആണെങ്കിൽ പോലും that is toxic. We always hear that alcohol is better than smoking. You know, even if you have alcohol, it's fine. Don't smoke. ഇത് നമ്മൾ പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു ഡയലോഗാണ്. ഇല്ല, ആൽക്കഹോൾ ആണ് അതിൻ്റെ അകത്ത്. ആൽക്കഹോൾ നമ്മൾ 1 ml ആണെങ്കിലും അതിൻ്റെ അകത്ത് അത് ജീനോടോക്സിക് ആണ്. അതിൻ്റെ ബൈ പ്രോഡക്റ്റ് മെറ്റബോളിക് പ്രോഡക്റ്റ് ഉണ്ടാകുന്നത് നമുക്ക് അപകടം ഉണ്ടാക്കുന്ന സാധനമാണ്. അതുകൊണ്ട് ആൽക്കഹോളും നോ ആൽക്കഹോൾ നമ്മളിപ്പോൾ പല രീതിയിലും പലരും പറയാതെ ഇത്രയും കുടിച്ചോ അല്ലെങ്കിൽ ഒരു പെഗ് അടിച്ചോ എന്നൊക്കെ പറയും. It's not good. 0 ml ആൽക്കഹോൾ നോ ടോളറൻസ് ആണ്. ആൽക്കഹോളും സ്മോക്കും നോ ടോളറൻസ്. ഇതാണ് ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ലൈഫ് സ്റ്റൈലും ഹാബിറ്റ്സും തമ്മിലുള്ള ഒരു ബന്ധം. അണ്ടർസ്റ്റാൻഡ്. ഡോക്ടർ, ഹെറിഡിറ്ററി എത്രത്തോളം ക്യാൻസറിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്? അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഫാമിലിയിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ അത് വെൻ ഷുഡ് ദി ഫാമിലി മെമ്പേഴ്സ് ലുക്ക് അറ്റ് ക്യാൻസർ സ്ക്രീനിങ്? അതാണ് ഹെറിഡിറ്ററിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് ഈ ഹെറിഡിറ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ജനറൽ ടോക്കിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ ഹെറിഡിറ്ററി അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യമായിട്ട് ജനറ്റിക് ആയിട്ട് നമുക്ക് കിട്ടുന്ന ക്യാൻസർ എന്ന് പറഞ്ഞാൽ കഷ്ടിച്ചൊരു 3% ഉള്ളൂ. ബാക്കി 97 അല്ലെങ്കിൽ 95%, കുറച്ചുകൂടി റിലാക്സ് ചെയ്താൽ 95% ക്യാൻസറുകൾ നമ്മൾ സ്പൊറാഡിക് എന്ന് പറയും. അതായത് ആർക്ക് എപ്പോൾ എങ്ങനെ വരുന്നു, അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മളുടെ ജീവിത സാഹചര്യം തുടങ്ങിയ അനുസരിച്ചാണ് ആ ക്യാൻസർ വരുന്നത്. അതുകൊണ്ട് ഹെറിഡിറ്ററി എന്ന് പറയുന്നത് നമ്മളൊരു ഇമ്പാക്ട്ഫുൾ ഫാക്ടർ അല്ല. ഒരു 3% ഉണ്ട്. അതായത് നമ്മളിപ്പം നേരത്തെ നമ്മൾ കണ്ടില്ല, ചിലർക്ക് ഇപ്പം ആണുങ്ങൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരിക, അല്ലെങ്കിൽ പിന്നെ ചെറുപ്രായത്തിൽ ക്യാൻസർ വരിക, അല്ലെങ്കിൽ ഒരാളിൽ തന്നെ മൾട്ടിപ്പിൾ ക്യാൻസേഴ്സ് വരിക. അങ്ങനെയുണ്ടോ? ചിലർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നു, ചിലവനെ വേറൊരു ക്യാൻസർ വന്നു, അങ്ങനെ മൾട്ടിപ്പിൾ ക്യാൻസർ വരിക. അപ്പം അങ്ങനെയുള്ള മൾട്ടിപ്പിൾ ക്യാൻസർ, അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് നമ്മൾ ഈ ജനറ്റിക് അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു പ്രോബ്ലം ആണോ നമ്മൾ ചെക്ക് ചെയ്യാറുള്ളൂ. ഓക്കെ. അപ്പം ഞാനിപ്പോൾ നേരത്തെ ചോദിച്ചതുപോലെ ഇപ്പം ഫാമിലിയിൽ ഒരാൾക്ക് വന്നു എന്ന് കരുതി നമ്മളൊരു സ്ക്രീനിങ്ങിന് പോവുക അങ്ങനത്തെ ഒരു ആവശ്യമില്ല. ഇല്ല, ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള യങ് ഏജ് വരുന്നത്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ക്യാൻസേഴ്സ് വരിക, അല്ലെങ്കിൽ ഒരു വീട്ടിൽ 2-3 പേർക്ക് ഒരേ അവയവത്തിൽ ക്യാൻസർ വരിക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ജനറ്റിക്കായിട്ട് സസ്പെക്ട് ചെയ്താൽ, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യം വരത്തില്ല. ഡോക്ടർ, ഏർലി സ്ക്രീനിങ് അല്ലെങ്കിൽ ജനറൽ സ്ക്രീനിങ് ഒരു സമൂഹത്തിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് വെൻ ഇറ്റ് കംസ് ടു ക്യാൻസർ? ക്യാൻസറിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ പലപ്പോഴും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ രോഗലക്ഷണം വരുമ്പോഴത്തേക്കും അഡ്വാൻസ് സ്റ്റേജ് ആയിരിക്കും. ക്യാൻസറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. പക്ഷേ ഇപ്പം നമുക്ക് പലപ്പോഴും ക്യാൻസർ കൺട്രോൾ ഇല്ലാതെ പോകുന്നതിൻ്റെ കാര്യം പലപ്പോഴും നമ്മൾ കണ്ടുപിടിക്കുന്നത് ലേറ്റ് സ്റ്റേജിലാണ്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ക്ലിനിക്കൽ സിംറ്റംസ് വരുന്നതിന് മുമ്പ് സാധാരണ സിമ്പിൾ ടെസ്റ്റ് വഴി സാധാരണക്കാരിൽ, അതായത് രോഗിയിലല്ല ചെയ്യുന്നതിനാണ് നമ്മൾ സ്ക്രീനിങ് എന്ന് പറയും. ഇപ്പം ഇത് പറയുമ്പോഴത്തേക്ക് ചിലർ പറയും, അതിന് എനിക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല, എൻ്റെ വീട്ടിലാർക്കും ക്യാൻസർ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു, സ്പൊറാഡിക്കാണ്, ആർക്ക് എപ്പോൾ വരുമെന്ന് അറിയില്ല. ഇത്ര സിമ്പിളായിട്ട് നമ്മളൊരു കോമൺ മാൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എൻ്റെ വീട്ടിൽ ഇതുവരെ അഗ്നിബാധയൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ വീട് വെക്കുമ്പോൾ സ്മോക്ക് അലാമോ അല്ലെങ്കിൽ ഫയർ സേഫ്റ്റി ഒന്നും ചെയ്യുന്നില്ല എന്ന് ഒരു ഇൻഡസ്ട്രിയിൽ പറയുന്ന പോലെ മാത്രമേ ഉള്ളൂ ഈ സ്ക്രീനിങ് ചെയ്യുന്നില്ല എന്നാണ്. അത്രയ്ക്കും എന്താ പറയുക, നമ്മളൊരു ബാലിശമായ ഒരു ആർഗ്യുമെൻ്റാണ്. ഇപ്പം നമുക്ക് അതുപോലെ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ സ്ക്രീനിങ്ങിന് വിധേയമാക്കുന്നത് നമുക്ക് നേരത്തെ സിമ്പിൾ ടെസ്റ്റ് വഴി കണ്ടുപിടിക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ നേരത്തെ കണ്ടുപിടിച്ച് പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ക്യാൻസറുകൾ അതാത് സമൂഹത്തിൽ കോമൺ ആയിട്ട് പ്രിവലൻ്റ് ആയിട്ടുള്ള ക്യാൻസറാണ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ സ്ക്രീനിങ്ങിന് അഡ്വൈസ് ചെയ്യുന്ന ബ്രസ്റ്റ് ക്യാൻസർ, കോളറക്ടം, വൻകുടൽ മലാശയ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ലങ് ക്യാൻസർ, വായിലെ ക്യാൻസർ, പിന്നെ സ്ത്രീകളിലുണ്ടാകുന്ന ഗർഭാശയ മുഖ ക്യാൻസർ. ഇത്രയും ക്യാൻസറുകൾക്കാണ് ജനറലി നമ്മൾ സ്ക്രീനിങ് അഡ്വൈസ് ചെയ്യുന്നത്. കാരണം ഇതെല്ലാം വളരെ സിമ്പിൾ ടെസ്റ്റ് വഴി നേരത്തെ കണ്ടുപിടിക്കാം. പലതും നമ്മൾ ഈ കോളറക്ടമൊക്കെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ വരുന്നതിന് മുമ്പ് തന്നെ, സിംറ്റം അല്ല, അതിൻ്റെ ചേഞ്ചസ് വരുന്ന സമയത്ത് തന്നെ നമുക്ക് കണ്ടുപിടിച്ച് അതിനായിട്ട് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഈ ഒരു ക്യാൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. മനസ്സിലായി. അതൊക്കെ സിമ്പിളാണ്. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോളറക്ടം കഴിഞ്ഞാൽ 45-ആം വയസ്സിൽ ഒരു ഫുൾ കൊളോണോസ്കോപ്പി ചെയ്യുക. അതാണ് അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളത്. പിന്നെ എവരി 10 ഇയേഴ്സ് ഒരു കൊളോണോസ്കോപ്പി ചെയ്യുക. പിന്നെ എവരി 3 ഇയേഴ്സിൽ സ്റ്റൂളിൽ ഒക്കൾട്ട് ബ്ലഡ് ഉണ്ടോ എന്ന് നോക്കുക. ഇത്രയും സിമ്പിൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോളറക്ടൽ ക്യാൻസർ വരുന്നതിനല്ല, പ്രീ ക്യാൻസർസ് ആകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കണ്ടുപിടിച്ച് ചികിത്സിക്കാൻ പറ്റും. ഇതിന് എത്ര ചിലവ് വരിക?
ഒരു 4,000 രൂപ അല്ലെ 5,000 രൂപയാണ് മാക്സിമം 10 വർഷത്തിനിടയ്ക്ക് ഒരാൾക്ക് ചിലവ് വരും. അപ്പോൾ നമ്മൾ സേവ് ചെയ്യുന്ന എത്രയോ ചിലവ് ഒരു ലൈഫാണ്. സമാധാനം, സമയം. അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ 40 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഇയർലി ഫീമെയിൽസ് ഒരു മാമോഗ്രാം ചെയ്യുക, സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യുക. ഇത്രയും കൊണ്ട് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറും നേരത്തെ കണ്ടുപിടിക്കാം. സെർവൈക്കൽ ക്യാൻസർ ഇതിന് പാപ്പ് ടെസ്റ്റ് എന്ന് പറയും. ഒരു 25 വയസ്സ് 22 വയസ്സ് മുതൽ എവരി സിമ്പിൾ ടെസ്റ്റ് ചെയ്താൽ അതിനൊന്നും നമുക്ക് എത്രയാ ഒരു 500 രൂപയിൽ താഴെ ആവത്തുള്ളൂ. അതുപോലെ തന്നെ പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞ ലങ് ക്യാൻസർ, ഇതിന് ലോ ഡോസ് CT എന്ന് പറയും, ഒരു CT സ്കാനാണ്. അതിന് നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. അത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ ഇത്രയും ക്യാൻസറുകൾ നമ്മൾ കൺട്രോൾ ചെയ്യാം നേരത്തെ കണ്ടു. ഇത്രയും ആയിക്കഴിഞ്ഞാൽ തന്നെ ശരീരത്തിൻ്റെ 75% ക്യാൻസറുകൾ നമ്മൾ കൺട്രോൾ ചെയ്തു നമുക്ക് പറയാം. അതാണ് സ്ക്രീനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. ഡോക്ടർ, നമ്മൾ ഇപ്പം ക്യാൻസർ വന്നു, ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു, ബട്ട് ദെൻ ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ബിലീവ് ദാറ്റ് ഇത് റീഅക്കർ ചെയ്യാം എന്നുള്ളത്. അല്ലെങ്കിൽ അപ്പം എന്താണ് ഇതിനുള്ള ചാൻസസ്, അല്ലെങ്കിൽ എന്താണ് ഇതിന് റീഅക്കറൻസിനുള്ള സാധ്യതകൾ, എന്തുകൊണ്ടാണ് അത് റീഅക്കർ ചെയ്യാൻ വരുന്നത് എന്നുള്ളത്? അത് അഗെയിൻ മൾട്ടി ഫാക്ടോറിയലാണ്. നമ്മളൊരു ക്യാൻസർ തിരിച്ചു വരുന്നുള്ളത് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ നമ്മളെ ഈ രോഗത്തിൻ്റെ ബയോളജിക്കൽ ബിഹേവിയർ എന്ന് പറയും. അത് നമുക്കിപ്പോൾ അറിയാൻ പറ്റും. അതായത് ഇത് എത്ര ഫാസ്റ്റ് ആണ് ഇതിൻ്റെ ഡിവൈഷൻ വരുന്നത്. ഈ ക്യാൻസർ കോശങ്ങൾ ഞാൻ പറഞ്ഞില്ല, അബ്നോർമൽ സെൽസ് ആണ്. അത് എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ അതിൻ്റെ ഗ്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഒറിജിനൽ ടിഷ്യൂ ആയിട്ട് എത്രമാത്രം അത് സിമിലാരിറ്റി ഉണ്ട്. അങ്ങനെ അതിൻ്റെ പിന്നെ ചില ജനറ്റിക് അതിലുണ്ടാകുന്ന അബ്നോർമാലിറ്റിയുടെ എക്സ്പ്രഷൻസ്, ചില റിസപ്റ്റേഴ്സിൻ്റെ എക്സ്പ്രഷൻസ് അതൊക്കെയായിരുന്നു. ഇപ്പം നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ നമ്മൾ ER/PR പോസിറ്റിവിറ്റി, അതിൻ്റെ HER2 എന്ന് പറയുന്ന സംഭവത്തിൻ്റെ നെഗറ്റിവിറ്റി, അങ്ങനെയൊക്കെയുള്ള പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബയോളജിക്കൽ ബിഹേവിയർ ഒന്ന്. പിന്നെ ഈ അസുഖം കണ്ടുപിടിക്കുന്ന സ്റ്റേജ് 1 വളരെ റയർ ചാൻസ് ആണ്. സ്റ്റേജ് 3 ആണെങ്കിൽ റിക്കറൻസ് ചാൻസ് ഒരു 50% മുകളിൽ വരും. അതുപോലെ തന്നെ ഈ ഉണ്ടായ അവയവത്തിലാണോ അത് തൊട്ടടുത്തുള്ള കഴലകളിൽ പോയിട്ടുണ്ടോ. പിന്നെ പ്രൈമറി ട്രീറ്റ്മെന്റ്, പിന്നെ മൂന്നാമത്തെ ഫാക്ടർ സർജറിയുടെ സമയത്ത് എത്രമാത്രം ക്ലിയറൻസ് കിട്ടി. അതായത് നമ്മളിപ്പോൾ ഒരു ട്യൂമർ നമ്മൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അതിന് ചുറ്റുമുള്ള നോർമൽ ടിഷ്യൂയും കൂടെ കട്ട് ചെയ്തെടുത്താലേ നമുക്ക് ഇതിൻ്റെ ഈ സർജറി കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ പല ഫാക്ടേഴ്സ് അനുസരിച്ചാണ് വീണ്ടും റിക്കറൻസ് വരുന്നത്. ഇത്രയും ഫാക്ടേഴ്സ് വെച്ചിട്ട് ചില ക്യാൻസേഴ്സ് വീണ്ടും തിരിച്ചു വരും, അത് ഉറപ്പാണ്. സോ ഡു യു ഓൾറെഡി നോ ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് നോയിങ് ദാറ്റ് ദർ ഈസ് റിയക്കറൻസ് ഓർ ദിസ് ഇസ് കംപ്ലീറ്റ്ലി? സ്റ്റേജ് 1 ആണെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് എന്താ പറയുക 10% ചാൻസേ ഉള്ളൂ. സ്റ്റേജ് 2 ആകുമ്പോഴത്തേക്ക് ഒരു 20% ചാൻസ് ഉണ്ട്. സ്റ്റേജ് 3 ആകുമ്പോഴത്തേക്കും 50%ഓളം റിക്കറൻസ് ചാൻസ് ഉണ്ട്. അത് സ്റ്റേജ് വെച്ച്. പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഇൻഡിവിജ്വൽ ഈ ബയോളജിയോട് നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ഏകദേശം നമുക്കറിയാൻ പറ്റും ഈ ഒരു പേഷ്യൻറ്റ് ഫെയിൽ ആവാൻ സാധ്യതയുണ്ടോ ഇല്ലയോ. Doctor, surgical, your specialization is surgical oncology. What I want to know is how different is cancer surgery from routine surgery, and what are the main difficulties you face in an operation theatre? ഇത് ബേസിക്കലി സർജറി എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ എന്തെങ്കിലും ഒരു അസുഖം വന്ന ഭാഗത്തെ പഴുപ്പ് നീക്കുക അല്ലെങ്കിൽ ഏതൊരു ഡാമേജ് ആയിട്ടുള്ള ഭാഗം എടുത്തു കളയുക എന്നുള്ളതാണ് സർജറിയുടെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. പക്ഷേ ക്യാൻസർ സർജറി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മളതിൻ്റെ ബയോളജി മനസ്സിലാക്കണം. അത് ഒരു ടെക്നിക്കൽ സ്കിന്നിനേക്കാളുപരി ഒരു സയൻറ്റിഫിക് സർജറി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ മറ്റേ സർജറി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ബേസിക്കലി ഒരു മെക്കാനിക്കൽ പരിപാടിയാണ്. പക്ഷേ ഇത് നമ്മളൊരു സയൻറ്റിഫിക് അപ്രോച്ചുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ട്യൂമർ എടുക്കുമ്പം നമ്മൾ നോക്കണം, ഞാൻ നേരത്തെ പറഞ്ഞ ഇതിന് കൃത്യമായ മാർജിൻസ് കിട്ടണം. പിന്നെ രണ്ടാമത് എവിടെയെങ്കിലും പോയിട്ടുള്ള കഴലുകൾ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യണം. അതൊക്കെ ഭയങ്കര റിസ്കി പരിപാടികളാണ്. പലപ്പോഴും ഇത് പല സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ക്രിട്ടിക്കലായിട്ടുള്ള അവയവങ്ങളുടെ അടുത്തൊക്കെ ഇരിക്കുന്ന സംഭവങ്ങളായിരിക്കും. അപ്പോൾ അതൊക്കെ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാതെ നമ്മൾ സർജറി ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതാണ് ഈ സർജറി. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ വെറുതെ ഇത് ഒരു ഭാഗം മൊത്തം മുറിച്ച് കളയുന്നതുകൊണ്ട് മാത്രം കാര്യമായില്ല. ആ രോഗിക്ക് അത് ഭാഗം മുറിച്ചതിന് ശേഷം എങ്ങനെ നോർമൽ ലൈഫിലേക്ക്, അല്ലെങ്കിൽ ഇപ്പം ഒരു താടിയലാണ്, അല്ലെങ്കിൽ ഒരു കവിളാണ്, അല്ലെങ്കിൽ ഒരു ബ്രസ്റ്റാണ്, അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ രോഗിയെ എങ്ങനെ നോർമലാക്കി വിടാം. അപ്പോൾ ഒരു റീകൺസ്ട്രക്റ്റീവ് കൺസെപ്റ്റ് നമ്മൾ അതിൻ്റെ ചിന്തയിൽ വരും. പിന്നെ മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഈ രോഗിക്ക് എപ്പോൾ സർജറി ചെയ്യണം. ചിലപ്പോൾ നമ്മൾ കീമോതെറാപ്പി കഴിഞ്ഞിട്ടായിരിക്കും സർജറി ചെയ്യുക, റേഡിയേഷൻ കഴിഞ്ഞിട്ടായിരിക്കും സർജറി ചെയ്യുക. അപ്പോൾ ആ ടൈമിങ്, അപ്പോൾ അത് നമ്മുടെ മറ്റു ഈ ക്യാൻസർ എന്ന് പറയുന്നത് നമ്മൾ മെഡിക്കൽ ഓങ്കോളജി ഉണ്ട്, റേഡിയേഷൻ ഓങ്കോളജി ഉണ്ട്, അങ്ങനെ പല വിഭാഗങ്ങളുണ്ട്. അപ്പോൾ അവരുമായിട്ടെല്ലാം കൂടെ സഹകരിച്ച് ഒരു ഡിസ്കഷനിൽ
ഒരു കറക്റ്റ് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സർജറി ഒരു പേഷ്യൻ്റ് ഡെലിവറി ചെയ്യുന്ന ഒരു ഇതാണ് സർജിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഡിഫിക്കൽട്ടിയും അതാണ് അതിൻ്റെ ചാമും. ഓക്കെ. സോ ഡോക്ടർ എത്രത്തോളമാണ് ഇപ്പം നമ്മൾ പറയും പലപ്പോഴും ഒരു പേഷ്യൻറ്റിനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ആ ഫുൾ പിക്ചർ കിട്ടുന്നതെന്നാണ്. സോ ഇസ് ദർ എ ലോട്ട് ഓഫ് ഇൻ ദ മൊമെൻറ്റ് ഡിസിഷൻ മേക്കിംഗ് ഫോർ സർജിക്കൽ ഓങ്കോളജി? നമുക്ക് ഇപ്പോഴത്തെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതാണ് സർജിക്കൽ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ മോർ ഓഫ് എ സയൻറ്റിഫിക് സർജറിയാണ്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് നമുക്ക് ഇപ്പോഴത്തെ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ അനുസരിച്ച് ഏതാണ്ട് ഒരു 90% അവസരത്തിൽ നമുക്ക് ഒരു പിക്ചർ ഉണ്ടാകും നമ്മൾ ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു എന്താണ് അവിടെ ഉള്ളത് എന്നുള്ളത് നമുക്കൊരു മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കിപ്പം ആധുനികമായ സ്കാനുകളും മറ്റു കാര്യങ്ങളൊക്കെ. എങ്കിലും ചില സന്ദർഭങ്ങളിൽ നമ്മൾ എക്സ്പെഷ്യലി ഈ വയറിൻ്റെ അകത്തെ അബ്ഡോമിൻ്റെ അകത്തെ സർജറിയിൽ പലപ്പോഴും നമ്മൾ ഈ ഇമേജിൻ്റെ രീതിയിലായിരിക്കും. അപ്പോൾ നമ്മൾ രോഗിയുമായിട്ട് നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. യൂഷ്വലി ഞാൻ പറഞ്ഞില്ല 90% അവസ്ഥയിൽ നമ്മൾ പറയുന്ന പോലെ തന്നെ പോകും. അല്ലാത്ത ഒരു ചാൻസസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ രോഗിയായിട്ട് ഡിസ്കസ് ചെയ്യും. അവർ ഡിസ്കസ് ചെയ്തതിന് ശേഷം, കാരണം രോഗി നമ്മുടെ റെസ്പോൺസിബിലിറ്റി രോഗിയായിട്ടാണ്. പക്ഷേ രോഗി ബോധം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് സംസാരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇവരുടെ ആബ്സെൻസിൽ ഒരു റെസ്പോൺസിബിൾ ഡിസിഷൻ എടുക്കാൻ പറ്റിയ ആളുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം അവരതിൻ്റെ കൺസെന്റ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് പോകും. കാരണം നമുക്ക് എപ്പോഴും തുറക്കം അടയ്ക്കാൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ആ ചെയ്യുന്ന സമയത്ത് എല്ലാം തന്നെ ചെയ്തു തീർക്കണം. അപ്പം അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ആ സയൻസിനെയും അതിൻ്റെ എത്തിക്സിനെയും കൂടെ കമ്പൈൻ ചെയ്ത് മുമ്പോട്ട് പോകും. ഡോക്ടർ, അടുത്ത് എനിക്ക് അറിയേണ്ടത് ചെലവിൻ്റെ കാര്യത്തിൽ വി ഓൾവേസ് ഹിയർ ദറ്റ് ക്യാൻസർ ഇസ് എ വെരി എക്സ്പെൻസീവ് എന്താ പറയുക ട്രീറ്റ്മെൻറ്റ്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഇസ് വെരി എക്സ്പെൻസീവ്, അല്ലെങ്കിൽ ഒരു വളരെ എക്സ്പെൻസീവ് ആയിട്ടൊരു രോഗമാണ്. എല്ലാവർക്കും വൺ ഓഫ് ദ ഫസ്റ്റ് സ്ട്രെസ് അബൌട്ട് ക്യാൻസർ ഇസ് ദി എക്സ്പെൻസ് പാർട്ട്. ടെൽ മീ മോർ അബൌട്ട് ദാറ്റ്. ഞാൻ അതിനെക്കുറിച്ച് എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട്. കാരണം നമ്മളെല്ലാവരും വിചാരിക്കും, ഞാൻ പറഞ്ഞാൽ നമ്മൾ ആ സ്മോക്ക് അലാറത്തിൻ്റെ കഥ പറഞ്ഞാൽ എനിക്കിത് വരില്ല. പക്ഷെ നമ്മൾ ഏതായാലും നമ്മുടെ ഒരു ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി നമ്മളൊരു 70-75 വയസ്സ് വരെയെങ്കിലും ജീവിക്കും എന്നുള്ള കരുതി വേണം നമ്മൾ ജീവിക്കാൻ. അപ്പം നമുക്ക് എന്തായാലും ഒരു അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ക്യാൻസർ ആണോന്നില്ല, എന്തെങ്കിലും അസുഖം. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിൽ കാണണം. അതിന് ചികിത്സയ്ക്കുള്ള ഒരു ഇൻഷുറൻസ് പോലെയുള്ള സംവിധാനങ്ങൾ നമ്മൾ എടുത്തു വെക്കണം. അത് നമ്മളുടെ എന്താ പറയുക, നമ്മൾ സ്കൂളിൽ പോയി പഠിക്കുന്നത് എന്തിനാ? നമ്മളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത്. നമ്മൾ അറിവിനേക്കാൾ ഉപരി നമ്മൾ സ്കൂളിൽ നമ്മുടെ കാരണന്മാർ വിടുന്നതിൻ്റെ ഉദ്ദേശം ഇവൻ പഠിച്ച് അവൻ്റെ ഒരു നല്ല ഉദ്യോഗത്തിലെത്തണം. അപ്പൊ അതേ രീതിയിൽ തന്നെ നമ്മൾ നമ്മുടെ ലൈഫിലും പ്ലാൻ ഇടണം. അതായത് ഭാവിയിൽ എനിക്ക് പ്രശ്നം ഉണ്ടാവുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാണ്ട് എനിക്കൊരു ഇത് വേണം. അപ്പോൾ നമുക്ക് എപ്പോഴും ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മൾ ഒരു ഇൻഷുറൻസ് കവറിലേക്ക് പോകണം. അപ്പോൾ അത് ഈ നമ്മളിത് പ്രേക്ഷകരെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഞാനൊരു ഇൻഷുറൻസ് കമ്പനിക്ക് വേണ്ടി സംസാരിക്കുന്നില്ല. ഏതെങ്കിലും അത് പല കാറ്റഗറി ഉണ്ട്. അതിൻ്റെ അഡ്വൈസേഴ്സ് ഇഷ്ടം പോലെ ഞാനല്ല എന്നൊരു പറ്റിയാണ്. പക്ഷേ നമുക്കത് വേണം. അതാണ് അതിൻ്റെ ഒരു പ്രധാനം. ഇനി കമ്മിങ് ടു ദ എക്സ്പെൻസസ്, നമുക്കറിയാലോ നമ്മുടെ ഇതൊരു സേവന മേഖലയാണെങ്കിൽ പോലും നമ്മൾ ഇൻഡസ്ട്രിയാണ്. കാരണം ഇതിൻ്റെ നമ്മളൊരു പുതിയ ഇൻസ്ട്രുമെന്റ് വരുന്നു, അല്ലെങ്കിൽ ഒരു പുതിയൊരു റിസർച്ച് വരുന്നു, അതിൻ്റെയൊക്കെ പിന്നിൽ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ഡോളേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ അത് തിരിച്ചു കിട്ടിയാലേ അടുത്ത ലെവലിലുള്ള റിസർച്ചിലേക്ക് പോകും. ഇപ്പോൾ ഒരു റിസർച്ച് മോളിക്കൂൾ, ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാക്കിംഗ് ടാക്സിൽ എന്ന് പറഞ്ഞൊരു മരുന്ന്, ഞാൻ MSMCH ഒക്കെ പഠിക്കുന്ന കാലത്ത് ഒരു ഇഞ്ചക്ഷന് 30,000 രൂപ എടുത്തായിരുന്നു വില. പക്ഷേ ഇപ്പം അതിന് കഷ്ടിച്ച് 1000 രൂപയ്ക്ക് നമുക്ക് ക്ലാസ് സാധനം കിട്ടും. പക്ഷെ അന്നെന്ന് പറഞ്ഞാൽ ഇതിന്റെ പുതിയ മരുന്നാണ്. അപ്പൊ അതുപോലെ എന്ത് പുതിയ സാധനങ്ങൾ വരുമ്പോഴും നമുക്ക് അതിന്റെ എക്സ്പെൻസസ് വരും. അതനുസരിച്ച് നമ്മുടെ ചികിത്സയും എക്സ്പെൻസീവ് ആവും. അപ്പോൾ നമ്മളൊരു സിമ്പിൾ എക്സാമ്പിൾ, നമ്മളൊരു പേഷ്യൻ്റ് ഒരു ICUവിൽ കിടത്തി കഴിഞ്ഞാൽ അവരുടെ എത്ര റിക്കറിങ് എക്സ്പെൻസ്, എത്ര സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് അത് മുമ്പോട്ട് പോകുക. എക്സ്പെൻസസ് അതൊരു റിയൽ ഫാക്റ്റാണ്. നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം. അതല്ലാതെ നമ്മളത് കണ്ണടച്ചിട്ട് അല്ലെങ്കിൽ ആശുപത്രിക്കാർ പറ്റിക്കുകയാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് തന്നെ നോക്കിക്കോളും എന്നുള്ള ചിന്തയിൽ നമ്മൾ പോരുത്. എക്സ്പെൻസസ് എന്നുള്ളത് ഒരു റിയൽ ഫാക്റ്റാണ്. അതിനെ എങ്ങനെ നമ്മൾ ടാക്കിൾ ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. അതിനാണ് നമ്മൾ പറഞ്ഞത് പ്ലാനിങ് ഡെഫിനറ്റ്ലി ഹെൽപ്സ്. ഓക്കെ. മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം വി ഹാവ് എ ലോട്ട് ഓഫ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് കമ്മിങ് ഇൻ ടു കേരള ആൻഡ് ഇൻവെസ്റ്റിംഗ് ഇൻ ഹെൽത്ത് കെയർ. ഹൗ ഡസ് ദിസ് ഇമ്പാക്ട് നമ്മുടെ ഒരു ഹെൽത്ത് എന്താ പറയുക ഇൻഡസ്ട്രി, അല്ലെങ്കിൽ ആ ഒരു എക്കോസിസ്റ്റമിനെ എത്രത്തോളം അത് ഇമ്പാക്ട് ചെയ്യുന്നു? ഇസ് ഇറ്റ് ഗുഡ്, ഇസ് ഇറ്റ് ബാഡ്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഇത് നല്ലതുണ്ട്, ചീത്തയുണ്ട്. അപ്പം എനിവേ ഇവിടെ വരുന്നത് ആരും അവർ ചാരിറ്റിക്ക് വരുന്നവരൊന്നുമല്ല. ദേ ആർ ഇൻവെസ്റ്റേഴ്സ്. അവർ തന്നെ പറയുന്നുണ്ട് അവർ ഇൻവെസ്റ്റേഴ്സാണ്, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ആണ്. അതായത് അവരൊരു ക്യാപിറ്റൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു. ആ ക്യാപിറ്റൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന അവരൊരു 5 വർഷം അല്ലെങ്കിൽ 6 വർഷം കഴിയുമ്പം ആ ക്യാപിറ്റൽ എത്രയായിട്ട് വളരും എന്ന് അവർക്കൊരു പ്രൊജക്ഷൻ ഉള്ളത് കൊണ്ടും അത് തിരിച്ചെടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയാണ് അവർ വരുന്നത്. അതാണ് അതിൻ്റെ സിമ്പിൾ. അതൊരു ബിസിനസ് മോഡലാണ്.
അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ നമ്മുടെ ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാലോ ഒരു രണ്ട് പ്രധാനമായിട്ടൊരു സേവന മേഖലയുടെ കയ്യിലുണ്ടായിരുന്നവരാണ്. നമ്മളൊന്ന് ഇച്ചിരി ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം നമ്മൾ ഇത് പറഞ്ഞു തരുമ്പോൾ ഒരു കാര്യം നമ്മൾ കേരളത്തിലെ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസസ് ആണ് ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും കുറവാണ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും കുറവ്. ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ നമ്മൾ സോക്കോൾഡ് പ്രൈവറ്റ് എന്ന് പറയുമെങ്കിൽ പോലും ഈ പ്രൈവറ്റ് മേഖല എങ്ങനെയാണ് വന്നത്? ഒന്ന് നമ്മുടെ പ്രധാനമായിട്ട് ഉണ്ടായിരുന്ന നമ്മുടെ ഒരു ഗവൺമെൻറ് സ്ട്രക്ചർ ഹോസ്പിറ്റൽസ് നല്ല ബാക്കപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ മെഡിക്കൽ കോളേജും എല്ലാം ഉണ്ടായിരുന്നു. അതൊന്ന്. പിന്നെ അതിനോടൊപ്പം ഉണ്ടായിരുന്നു വെച്ചാൽ രണ്ടാമത് ഈ കാത്തലിക് കമ്മ്യൂണിറ്റിയുടെ ഹോസ്പിറ്റൽസ് ഉണ്ട്. അത് അവർ പ്യുവർ ചാരിറ്റിയിൽ ഓടിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അവിടെ എക്സ്പെൻസസ് കുറച്ച്, പക്ഷേ എല്ലാവിധ ഫെസിലിറ്റീസും കൊടുത്ത് ചികിത്സ കൊടുക്കുന്നത്. പിന്നെ ഇതിനോട് കമ്പീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സപ്പോർട്ട് ചെയ്യുന്ന സഹകരണ ആശുപത്രികളാണ്, ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്തടത്ത്. പിന്നെ ഒരു ചെറിയ ഗ്രൂപ്പ് മറ്റ് നമ്മുടെ എന്താ പറയുക മറ്റ് സമുദായങ്ങളുടെ സഹകരണമല്ല മറ്റേ ചാരിറ്റി ഹോസ്പിറ്റൽസ് ഉണ്ട്. അത് ഈ എയർലി ഇപ്പം കുറച്ചുകൂടെ, നേരത്തെ അത്ര ഇല്ലായിരുന്നു. ഇത്ര ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഇതൊരു മെയിൻലി ചാരിറ്റി ഓറിയന്റഡ് സംഭവങ്ങളാണ്. അവിടേക്കാണ് പതിയെ നമ്മളുടെ കോർപ്പറേറ്റ് സെറ്റപ്പ് കേരളത്തിലെത്തുന്നത്. കോർപ്പറേറ്റ് സെറ്റപ്പ് എത്തിക്കഴിയുമ്പോൾ ദാറ്റ് ഇസ് എ ബിസിനസ് മോഡൽ. അപ്പോൾ അവിടെ നമുക്ക് പോയി ചാരിറ്റി ചെയ്യാനൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ദേ ആർ ഇൻവെസ്റ്റിംഗ്, അവർ ഉദ്ദേശിക്കുന്നത് റിട്ടേൺസ് ആണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവിടെയും ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ ഉണ്ട്. നമ്മൾ അത്ര ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ എത്തിക്സിന് വിരുദ്ധമായിട്ട്, അതായത് ഇപ്പം എൻ്റെ കയ്യിൽ ഒരാളെ കിട്ടി എന്നാൽ ഇവരെ ഞാൻ അങ്ങ് ശരിയാക്കിയേക്കാന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എത്തിക്കലായിട്ട് ചെയ്താൽ പോലും ബിസിനസ് മോഡൽ വരുമ്പോഴത്തേക്കും ഇതൊരു റിട്ടേൺ കിട്ടുന്ന ഒരു അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെ വരും? അപ്പം ഈ നേരത്തെ 1000 രൂപയുടെ സാധനം നമുക്ക് 3000 രൂപയ്ക്ക് 4000 രൂപയ്ക്ക് കിട്ടുള്ളൂ. അപ്പം അവിടെ ഈ ചെയ്യാൻ വേണ്ടാത്തവന് ചെയ്യുന്നില്ല, മനസ്സിലാക്കണം. അതായത് നമ്മൾ എത്തിക്സ് ഉണ്ടാവും, ബട്ട് യു ഹാവ് ടു പേ മോർ. അവിടെയാണ് ഇതിൻ്റെ നെഗറ്റിവിറ്റി വരുന്നത്. സോ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസസ് ആർ റോക്കറ്റിംഗ് എന്ന് പറയുന്നത് സത്യമായിട്ട് അതാണ് അതിൻ്റെ നെഗറ്റീവ് ഫാക്ടർ. അത് ഗവൺമെൻറ്റാണ് ഇടപെടുന്നത്. നമുക്കൊന്നും അതിലേക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഇപ്പോഴത്തെ പോളിസി അനുസരിച്ച് ഈ ഹെൽത്ത് കെയറിൽ 100% ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അലൗഡാണ്, ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടാണുള്ളത്. പിന്നെ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പുതിയ ടെക്നോളജി നമുക്ക് ഇവിടെ കിട്ടും. നേരത്തെ നമ്മളിപ്പോൾ അമേരിക്ക പോകണം അവിടെ പോകണം എന്നൊക്കെ പറയുന്ന ഒരു കാര്യമൊന്നുമില്ല. എന്ത് ടെക്നോളജി ഉണ്ടായാലും അത് നമ്മളുടെ വീടിൻ്റെ അടുത്ത്. ഞാൻ ഇതായിരുന്നു അടുത്ത് ചോദിക്കാൻ വരുന്നത്. അതായത് ക്യാൻസർ ട്രീറ്റ് ചെയ്യണമെങ്കിൽ പണ്ട് അമേരിക്ക പോകണമായിരുന്നു, അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ പോകണമായിരുന്നു. ഇപ്പം അത് എത്രത്തോളം മാറി? നമ്മൾ ഇൻ കേരള ഹൗ എക്യുപ്ഡ് ആർ വി ടു ഹാൻഡിൽ എനി കൈൻഡ് ഓഫ് ക്യാൻസർ? ഇപ്പം നമ്മൾ നിൽക്കുന്നത് വെച്ചാൽ കോട്ടയത്താണ്. കോട്ടയം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ടയർ സിറ്റിയാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടുത്തെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇവിടുത്തെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരിക്കുന്ന മെഷീനും അത് നമ്മുടെ അമേരിക്കൻ MSKCC എന്ന് പറഞ്ഞാൽ മെമ്മോറിയൽ സ്ലോൻ കെറ്ററിംഗ് ക്യാൻസർ സെൻ്ററിൽ ഇരിക്കുന്ന മെഷീനും ഒന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതുപോലെ തന്നെ ഇപ്പം അവിടെ കൊടുക്കുന്ന മരുന്നും ഇവിടുത്തെ എൻ്റെ മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് കൊടുക്കുന്ന മരുന്നും ഒരേ വിധമാണ്. അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പോൾ സർജിക്കൽ എൻ്റെ സൈഡിൽ എടുത്തു കഴിഞ്ഞാലും ഇപ്പം നമ്മുടെ ഇവിടുത്തെ റോബോട്ടിക് സർജറി എന്ന് പറഞ്ഞാൽ ഡാവിൻസിയുടെ റോബോട്ടാണ്. പക്ഷേ അതിൻ്റെ കോസ്റ്റ് നമ്മൾ കേൾക്കുമ്പോൾ ഇച്ചിരി പ്രശ്നങ്ങളാണ്. 23 crores ആണ് ആ റോബോട്ട് മെഷീൻ്റെ വില. അപ്പോൾ അത് ഈ കോട്ടയത്തുണ്ട്. അപ്പോൾ നമുക്ക് പുറത്ത് പോയി ചികിത്സിക്കേണ്ട കാര്യങ്ങൾ ഇപ്പം ആസ് ഓഫ് നൗ നമ്മൾക്ക് ലോകത്തെല്ലായിടത്തും കിട്ടുന്ന അതേ ചികിത്സ. ഞാനിതൊരു സെക്കൻഡ് ടയർ സിറ്റിയായ കോട്ടയത്ത് നിന്നുണ്ടാവും പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടയർ സിറ്റികളിൽ ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഒരു സെക്കൻഡ് ടയർ സിറ്റിയിൽ പോലും ഇന്ന് അവൈലബിൾ ആണ്. ആരെങ്കിലും ഇത് ഇവിടെ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ വെസ്റ്റഡ് എന്താ പറയുക ഇൻട്രസ്റ്റ് മാത്രം. അല്ലെങ്കിൽ പിന്നെ വേറെ കാര്യമുണ്ട് കേട്ടോ, ആർക്കും എവിടെയും ചികിത്സിക്കാം, അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഇപ്പം കോട്ടയം ഇവിടെ ഇതിരിപ്പുണ്ട്, ഇവിടെ ചികിത്സിക്കാവുന്നില്ല. അവർ എനിക്ക് തോന്നി ഞാൻ ജർമ്മനി പോയ ചികിത്സിക്കുള്ളൂ പറഞ്ഞാൽ അത് അവരുടെ ചോയ്സ് ആണ്. ഇഫ് ദേ ഹാവ് മണി ദേ വിൽ ഗോ. ഓക്കെ. വേറൊരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിരുന്നു, ഗവൺമെൻറ് ഇസ് കമ്മിങ് അപ്പ് വിത്ത് ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസ് ഓർ എന്താ പറയുക മേക്കപ്പ് ഫ്രീ ആയിട്ടുള്ള ഒരു എത്രത്തോളമാണ് അത്? അതിൻ്റെ പോസിബിലിറ്റി അല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പം ലൈക്ക് ഇപ്പം ലിപ്സ്റ്റിക് ഉപയോഗിക്കാത്ത ആൾക്കാർ കുറവാണ്, അല്ലെങ്കിൽ മേക്കപ്പ് ഉപയോഗിക്കാത്ത ആൾക്കാർ കുറവാണ്. ഇതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ട് ഇൻ ദ റൈസിങ് ക്യാൻസർ സിറ്റുവേഷൻ ഹിയർ? അത് ആക്ച്വലി ബേസിക്കലി അത് ഞാൻ ആ ന്യൂസ് ഞാൻ കണ്ടിരുന്നു. അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള യാതൊരു ബാക്കപ്പും ഇല്ല. ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസ് ഉണ്ടാക്കുന്നതുകൊണ്ട് എന്തെങ്കിലും എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നതിനുള്ള ഒരു സയൻറ്റിഫിക് ബാക്കപ്പും ഇല്ല. പിന്നെ ഇത് അവർക്ക് അവരുടെ എന്താ പറയുക കൾച്ചറലായിട്ടോ അല്ലെങ്കിൽ മോറലായിട്ടോ അല്ലെങ്കിൽ അവരുടെ പോളിസി ആയിട്ടോ ഒക്കെ ഇതിപ്പോൾ സ്കൂളിൽ മേക്കപ്പ് ഇല്ലാത്ത സ്കൂളാണ്, എല്ലാ കുട്ടികളും ഒരുപോലെ നടക്കണം,
അല്ലെങ്കിൽ അങ്ങനെയുള്ള അല്ലെങ്കിൽ അത് മോർ ഓഫ് യൂണിഫോമിന്റെ യൂണിഫോമിന്റെ ഭാഗമോ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക മോറൽ പോലീസിങ്ങിന്റെ ഭാഗമോ ഒക്കെ ആയിട്ടാണ് ഇത് നടത്തുക. അതിന് കുഴപ്പമില്ല. ബട്ട് ഫോർ ഫ്രം ദ ആസ് എ ഡോക്ടർ, ആസ് എ ക്യാൻസർ സർജൻ, ലിപ്സ്റ്റിക് ഈസ് ഹാംലെസ്. പക്ഷെ പ്രൊവൈഡർ ഒരു കാര്യം കൂടെ, ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ് ബേസിക്കലി അതിൻ്റെ അകത്ത് ഒരു വാക്സ് ഉണ്ട്. വാക്സ് എന്ന് പറഞ്ഞാൽ അതിനെ പിടിച്ചത്, പിന്നെ അതിൻ്റെ അകത്ത് അതിൻ്റെ ആ ഓയിലി കിട്ടാനായിട്ട് പിന്നെ ഉള്ളത് കളർ പിഗ്മെന്റ്സ് ആണ്. കളർ പിഗ്മെന്റ്സ് ഉണ്ട്. പിന്നെ അത് ഇൻഫെക്റ്റഡ് ആവാതിരിക്കാനായിട്ട് കുറച്ച് ആന്റി ബാക്ടീരിയൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചേർത്തുള്ള ഒരു സ്റ്റിക്ക് മാത്രമാണ്. അത് യാതൊരു രീതിയിലും നമുക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല. ഇതിനെ ഇവിടെ എവിടെയാണ് പ്രശ്നം? ഇതിനെ കൗണ്ടർ ഫിറ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ചെക്കിങ്ങിന് വിധേയമാവാത്ത സാധനങ്ങൾ മാർക്കറ്റിലെത്തുക. അത് ചിലപ്പോൾ അലർജി ഉണ്ടാക്കാൻ, തൊലി പോകാം, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് ഈ പറഞ്ഞതുപോലെയുള്ള ഇവരുടെ ഏറ്റവും പ്രധാന കംപ്ലൈൻറ്റ് ലെഡ് വരുന്നു എന്നുള്ളതാണ്. ലെഡ് എന്ന് പറഞ്ഞ സംഭവം ഇതിനകത്ത് എങ്ങനെ വരിക? അതിൽ ഇവരാരും പർപ്പസ്ഫുള്ളി ചേർക്കുന്നതല്ല. ഈ കളറിംഗ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ റിലേറ്റഡ്, അയൺ ഫെറിക് ഓക്സൈഡ്, ആ സാധനങ്ങളൊക്കെയാണ്. അതൊക്കെ നമ്മൾ മൈൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മൈൻ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് കണ്ടാമിനൻ്റ് ആയിട്ട് വരുന്ന നല്ലതുപോലെ പ്യൂരിഫൈ ചെയ്യും, പക്ഷേ എന്നാലും അതിൻ്റെ അകത്ത് വരും. അപ്പോൾ അതുകൊണ്ടാണ് ട്രേസസ് ഉണ്ടാവും. പക്ഷേ ഒരു ട്രേസ് ഉണ്ടാകുന്നിടത്ത് നമുക്കൊരു രീതിയിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. പക്ഷേ അത് കൺട്രോൾ ചെയ്യേണ്ടത് ബാധ്യത എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെയാണ്. ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആയിട്ട് ഈ ലിപ്സ്റ്റിക്കിനെ നിരോധിക്കില്ല ചെയ്യേണ്ടത്. ലിപ്സ്റ്റിക്ക് വിൽക്കുന്ന നമുക്ക് 3-4 ഏജൻസി ഉണ്ട്. എനിക്ക് തോന്നുന്നത് BIS ഉണ്ട്, പിന്നെ ഡ്രഗ് അതോറിറ്റിക്ക് ഇവരുടെ മേൽ കൺട്രോൾ ഉണ്ട്, പിന്നെ ലോക്കൽ കേരള സ്റ്റേറ്റ് ഗവൺമെന്റിനും ഈ പറഞ്ഞ കോസ്മെറ്റിക് പ്രോഡക്ട്സിനൊക്കെ ഇൻവോൾവ് ചെയ്യാൻ പറ്റും. അവരുടെ ഡ്യൂട്ടിയാണ് അവരുടെ ജനങ്ങൾക്ക് ക്വാളിറ്റി പ്രോഡക്ട്സ് കൊടുക്കുക, അല്ലെങ്കിൽ കൗണ്ടർ ഫിറ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്പൂരിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് വിറ്റ് അവരുടെ ആരോഗ്യം നശിപ്പിക്കുന്നത് അവരെ പിടിക്കുക, ശിക്ഷിക്കുക എന്നാണ് ചെയ്യുന്നത്. അല്ലാതെ കുട്ടികൾ സുന്ദരിയായിട്ട് നടക്കാനായിട്ട് ലിപ്സ്റ്റിക്ക് പറ്റുന്നോ അല്ലെങ്കിൽ ഫേസ് ക്രീം ഇടുന്നോ പറയേണ്ട യാതൊരു കാര്യമില്ല. ഒരു എക്സാമ്പിൾ പറയാം. ഇവർ ഈ പറയുന്ന ലെഡ് ഉണ്ടെന്ന് പറയാം. ഇപ്പം നമ്മുടെ ഈ അരി, ചോറ്, ഇപ്പം പല ഇൻഡസ്ട്രിയൽ ഏരിയാസിലുള്ള ഈ കൃഷിസ്ഥലം കണ്ടത്തിലൊക്കെ ആർസനിക്കിൻ്റെ ട്രേസസ് ഉണ്ട്. നമ്മൾ അരി നല്ലപോലെ അവിടെ വളരുന്ന അരി എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ അകത്ത് ഒരു ഡ്രോപ്പ് അല്ലെ ഒരു എന്താ പറയുക ട്രേസസ് ആയിട്ടുള്ള ആർസനിക് എലമെന്റാണ്. ആർസനിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടോക്സിക്കാണ്, വിഷമാണെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ ആരെങ്കിലും അരി കഴിക്കാതിരിക്കുക, അരി ബാൻ ചെയ്യണമെന്ന് പറയാറുണ്ട്. ഇല്ല. അപ്പോൾ ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഓർക്കുക, എത്ര ക്വാണ്ടിറ്റി ഒരു സാധനം ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നു, പെർമിസിബിൾ ആണോ എന്നുള്ളത്. അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ഇത് ഫ്രീ ആവേണ്ട കാര്യമൊന്നുമില്ല. അത് നമുക്കൊരു അളവിൽ കൂടുതൽ വന്നാലേ ഇത് ടോക്സിക് ആവുള്ളൂ. അതുകൊണ്ട് ഇത് ശാസ്ത്രീയമായ ഒരു ഇടപെടലല്ല, മോറൽ പോലീസിങ്ങിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്താ പറയണേ ഈ ഇത് പോളിസിയുടെ ഒക്കെ ഭാഗമായിട്ട്, അല്ലാതെ ഇത് ക്യാൻസർ തടയാനോ അല്ലെങ്കിൽ ഇതൊരു സയൻസ് ആണ് എന്ന് പറഞ്ഞ് ചെയ്യുന്നത് ശരിയാണ്. അങ്ങനെ ഒരു ബാക്കിങ്ങും ഇല്ല. മനസ്സിലായി. ഡോക്ടർ, ഇപ്പോൾ ഒരു 20 years ആയി യു ബിൻ ഇൻ ദിസ് ഫീൽഡ്. Tell me a life-altering or life-inspiring story of a patient that you've had. Something that changed your perspective towards life or cancer. നമുക്ക് അങ്ങനെ എന്നും നമുക്കോരോ സ്റ്റണ്ണിങ് എക്സ്പീരിയൻസ് ഉണ്ടാവും. അതായത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അതൊക്കെ എന്താ പറയുക, അതിനകത്തൊരു ഡ്രാമ എന്നേ പറയാം. അതിലുപരി എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണുന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ട്, എന്നെ സ്വാധീനിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കോട്ടയം ഏരിയയാണ്. ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന കൃഷിക്കാരാണ്. അവർ നമ്മളിൽ തരുന്ന വിശ്വാസം, അതിനുശേഷം പലപ്പോഴും അവരുടെ പ്രതീക്ഷയ്ക്കൊപ്പം അവരുടെ ആ റിസൾട്ട് കിട്ടിയില്ലെങ്കിലും അവരതിനെ അത് എന്താ പറയുന്നത് അത് മാനേജ് ചെയ്യുന്ന രീതി, അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സമൂഹത്തിലെ വരുന്ന തലമുറയിൽ ആ ഒരു കഴിവ് കിട്ടണം. അതാണ്. ബാക്കി നമ്മൾ എക്സ്പെക്ടേഷൻ, നമ്മളിപ്പം ചികിത്സിച്ചവരെ അപ്രതീക്ഷിതമായിട്ട് എയർപോർട്ടിൽ വെച്ച് കാണുക അല്ലെങ്കിൽ അതിൽ ഓഫീസിൽ വെച്ച് കാണുക, അങ്ങനത്തെ സംഭവം അതൊക്കെ ഉണ്ടാകും. പക്ഷെ അതല്ല, ഇതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും നമുക്കൊരു അടുത്ത തലമുറയ്ക്കുള്ള അവരുടെ ആ ഒരു റിസൈലൻസ് അല്ലേ, അത് ഈ കൃഷിക്കാർക്കേ ഉള്ളൂ. അതുപോലെ അവരാ തരുന്ന കോൺഫിഡൻസ്, അതൊരു നമുക്ക് ഓരോ ദിവസവും ഒരു ബൂസ്റ്റാണ്. ഡോക്ടർ, നമ്മൾ വേറെ കേൾക്കുന്ന ഒരു കാര്യമാണ്, CT സ്കാൻ എടുത്താൽ അല്ലെങ്കിൽ ബയോപ്സി ചെയ്താൽ ക്യാൻസർ കൂടും. ആ ഒരു മിത്ത് അല്ലെങ്കിൽ ആ ഒരു മിസ്കൺസെപ്ഷന് ഒന്ന് ബ്രേക്ക് ചെയ്ത് തരാമോ? അത് രണ്ട് ആസ്പെക്റ്റ് ആണ്. അതിൽ ആദ്യം നമ്മുടെ ബയോപ്സി അല്ലെ സർജറി, ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് മുഴയിൽ പോയി നമ്മൾ ബയോപ്സി എടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അവിടെ അങ്ങ് പടരും എന്നുള്ളൊരു ചിന്താഗതി. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബയോപ്സി എടുക്കുമ്പോൾ അവിടെ കുറച്ച് റെഡ്നെസ്സും കുറച്ച് നീരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആൾക്കാരുടെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന അത് പെട്ടെന്ന് അങ്ങ് പടരുന്നതാണ്. അത് അബ്സല്യൂട്ട് നോൺസെൻസ് ആണ്. നമ്മൾ ബയോപ്സി എടുക്കണം. ബയോപ്സി എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ക്യാൻസർ ആണോ എന്നുള്ള ഉറപ്പിക്കാൻ പറ്റുള്ളൂ, ഏത് ടൈപ്പാണ് എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ട് കൃത്യമായ ചികിത്സ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബയോപ്സി സേഫാണ്, തീർച്ചയായും എടുക്കണം. അതിനെ പേടിച്ചാൽ നമുക്ക് അപകടം കൂടുതലേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ ചോദ്യമാണ് CT സ്കാൻസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാവും. ഈ CT സ്കാൻ എടുക്കുമ്പോൾ അതിനറിയാം എക്സ്റേ ആണ്, ചെറിയൊരു റേഡിയേഷൻസ് അതിൻ്റെ അകത്ത് കിട്ടും. പക്ഷേ അതൊക്കെ വളരെ ചെറിയ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാത്തിനും എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മുടെ ശരീരത്തിൽ എക്സ്പോസ്ഡ് ആകുന്നുള്ളതനുസരിച്ചാണ് നമ്മുടെ
റിസ്ക് വരുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു സ്കാൻ എടുക്കുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു അസുഖമോ അല്ലെങ്കിൽ നമ്മളെ ജീവൻ ലൈഫ് ത്രെട്ടനിങ് അല്ലെങ്കിൽ അപകടം ഉണ്ടാക്കാൻ പോകുന്ന ഒരു സാധനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അല്ലാതെ ചുമ്മാ പോയി രാവിലെ ഒരു CT സ്കാൻ എടുക്കുമല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഏതൊരു ഇൻവെസ്റ്റിഗേഷനാണ് അതിൻ്റെ റിസ്ക് ബെനിഫിറ്റ് ഇത് രണ്ടും നോക്കിയിട്ടാണ് നമ്മളിതൊരു സേഫ് ആണോ അല്ലേ എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഒരു CT സ്കാൻ റേഡിയേഷൻ ഒരിക്കലും ഒരു കാർസിനോജനിക് അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാക്കാനുള്ള ഒരു രീതിയിലുള്ള എക്സ്പോഷർ ഉണ്ടാക്കുന്നില്ല. ഡോക്ടർ, വാട്ട് ഈസ് യുവർ വിഷൻ? ഡോക്ടർ പറഞ്ഞ പോലെ ഒരു 20 years ആയിട്ട് സർജിക്കൽ ഓങ്കോളജി ഉണ്ട്. യു വെർ വൺ ഓഫ് ദി പീപ്പിൾ ഹു വെർ പാർട്ട് ഓഫ് ദ പൈനിയറിംഗ് ഗ്രൂപ്പ്. ഇനി ഒരു നെക്സ്റ്റ് 20 yearsലത്തേക്ക് എന്താണ് ഒരു വളർച്ച ആഗ്രഹിക്കുന്നത് ഈ സർജിക്കൽ ഓങ്കോളജി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ? വാട്ട് ഈസ് യുവർ വിഷൻ ഫോർ ദാറ്റ്? സർജിക്കൽ ഓങ്കോളജി ഞാൻ പറഞ്ഞില്ല, അതൊരു മോർ ഓഫ് എ സയൻറ്റിഫിക് സർജറിയാണ് റദർ ദാൻ ഒരു ടെക്നിക്കൽ സർജറി. അപ്പോൾ അതിൻ്റെ അകത്ത് ആ സയൻസ് മുന്നോട്ട് പോകും തോറും ഒരു നെക്സ്റ്റ് 50 years സർജറി ഇല്ലാതെ ചികിത്സിക്കാൻ പറ്റണം എന്നുള്ളതാണ് ഈവൻ ദോ മൈ പ്രൊഫഷണൽ സർജിക്കൽ ഓങ്കോളജി. അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം മനുഷ്യൻ്റെ മേത്ത് തൊട്ടുള്ള പരിപാടി ആർക്കും തീരെ താല്പര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഇൻ ഇയേഴ്സ് കമ്മിങ് ബൈ, ഇപ്പോൾ തന്നെ നമ്മൾ ഏറ്റവും മിനിമലി ഇൻവേസീവായിട്ട്, അതായത് നമ്മളിപ്പോൾ വയർ തുറക്കാതെ, അതായത് ഞാൻ പറഞ്ഞല്ലോ റോബോട്ടിക് സർജറി, ചെറിയ ഹോളിൽ കൂടെ സർജറി ചെയ്ത് മിനിമലി ഇൻവേസീവായിട്ടുള്ള സർജറി ചെയ്യുക. പിന്നെ രണ്ടാമത് ഓർഗൻ നഷ്ടപ്പെടുത്താനുള്ള സർജറി. ഞാൻ പറഞ്ഞു പണ്ടൊക്കെ നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് റിമൂവൽ എന്നുള്ളതായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇപ്പം നമ്മൾ ബ്രസ്റ്റ് ഇല്ലാതെ റിമൂവ് ചെയ്യാതെ ഇനിയും നമ്മൾ മുമ്പോട്ട് പോയി ഇപ്പം നമ്മൾ ലിംഫ് നോഡ് പോലും എടുക്കാതെ ഒരു ലിംഫ് നോഡ് മാത്രം എടുത്ത് നമ്മൾ സർജറിയിലേക്ക്, അങ്ങനെ സർജറിയുടെ ഇത് കുറച്ച് മിനിമലി ഇൻവേസീവ്, ഏറ്റവും ഡാമേജ് കുറച്ചുള്ള ആൾക്കാർക്ക് ഒരു പ്ലസന്റ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് മാറുക എന്നുള്ളതാണ് ഫ്യൂച്ചർ സർജിക്കൽ ഓങ്കോളജി. Thank you, Doctor. Thank you so much for spending so much time with us. Thank you for being on Walk With Me. Okay.